നരേന്ദ്രമോദി വലിയ ന്യൂനപക്ഷ സ്നേഹി എന്ന് പറഞ്ഞു തുടങ്ങിയ നോബൽ മാത്യു അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും ഒക്കെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഈ ഭൂമാഫിയയുടെ കയ്യിൽ ഉള്ള ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി ആവിഷ്കരിച്ച നിയമം മാത്രമാണോ ഈ വഖഫ് ഭേദഗതി നിയമം 1? അതിനെക്കുറിച്ച് മാത്രമാണോ പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിക്കുകയും പരാമർശിക്കുകയും ചെയ്തത്? ഹിറ്റ്ലറുടെ ഒരു പ്രചരണ മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഗീബൽസ് എന്നായിരുന്നു. ഒരു നുണ 100 ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ള തിസീസ്, അതാണ് ഗീബൽസിയൻ സിദ്ധാന്തം എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കപ്പെടുന്നത്. ഇവിടെ ശ്രീ നോബൽ മാത്യു അതേ സിദ്ധാന്തം ആവർത്തിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? 2 നുണകൾ അദ്ദേഹം തട്ടിവിടുകയാണ്, സ്വാഭാവികം എന്ന മട്ടിൽ. ഒന്ന്, ഇപ്പൊ പാസാക്കിയ നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമാണ്. 2, ബാബറി മസ്ജിദ് തകർത്തത് ഉൾപ്പെടെ എല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി BJP ചെയ്ത സേവനങ്ങളായിരുന്നു. ഇതില് അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളും പരിശോധിക്കാം. ഒന്ന്, എന്താണ് വഖഫ് ഭേദഗതി നിയമം? 1995 വഖഫ് നിയമം ഒരു ഭീകര നിയമമാണ് എന്ന മട്ടിലാണല്ലോ ഇവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അല്ല എന്ന നിയമം വായിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ബോർഡിന്റെ ചെയർമാനായിട്ട് 2.5 കൊല്ലം പ്രവർത്തിച്ച ഒരാളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആ നിയമം വിഭാവനം ചെയ്യുന്നത്? ഞാൻ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ഇന്ത്യയിലുള്ള മുസ്ലിം ആരാധനാലയങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനമാണ് വഖഫ് ബോർഡുകൾ. ആ വഖഫ് ബോർഡുകൾ സംസ്ഥാന ഗവൺമെന്റുകളാണ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡുകളുടെ രൂപീകരണം ചിട്ടപ്പെടുത്തുന്നത്. അത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ്. ഏതാനും പേരെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന വഖഫ് ബോർഡ് ചെയർമാൻ പദവിയും തെരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ആ വഖഫ് ബോർഡിന് വഖഫ് നിയമം 40 അനുസരിച്ച് ഈ ഭൂമികളുടെ നിർണയം നടത്താനുള്ള ക്വാസി ജുഡീഷ്യൽ അധികാരവും നൽകിയിരുന്നു. മാത്രമല്ല, ഇവിടെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോ വഖഫ് നിയമത്തിനെതിരായിട്ട് വാളെടുത്ത പലരും നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ വിസ്മരിക്കുകയോ കാണാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഗവൺമെന്റ് സംവിധാനം, അത് സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ, കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ, ഈ എല്ലാ മുസ്ലിം ദേവാലയങ്ങളുടെയും വരുമാനത്തിന്റെ 7% ഗവൺമെന്റ് നിയന്ത്രിത സംവിധാനങ്ങൾക്ക് നൽകണം നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച്. എന്ന് വെച്ചാൽ 6% സംസ്ഥാന വഖഫ് ബോർഡിനും അതിൽ നിന്ന് 1% കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള സെൻട്രൽ വഖഫ് കൗൺസിലിനും നൽകുന്നത് എന്ത് ഭീകരതയാണ് മിസ്റ്റർ നോബൽ മാത്യു? നോബൽ മാത്യു മാത്രമല്ല, അതിന് മറുപടി നൽകേണ്ട പലരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈ രാജ്യത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വളരെ സമർത്ഥമായിട്ട് ഈ വിഷയങ്ങളെല്ലാം മൂടിവെച്ച ആളുകൾ, 1 രൂപ പോലും തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഗവൺമെന്റ് നിയന്ത്രിത സംവിധാനങ്ങൾക്ക് നൽകാത്തവർ പോലും വഖഫ് ബോർഡും വഖഫ് നിയമവും ഭീകരമാണ് എന്നിവിടെ പറയുകയുണ്ടായി. അപ്പോ ഇത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും വരുമാനത്തിന്റെ വിഹിതം വഖഫുകളിൽ നൽകുന്ന ഒരു സംവിധാനമാണ് ഭരണഘടനാനുസൃതമായിട്ട് ഇവിടെ നിലനിന്നിരുന്നത് എന്ന കാര്യം ഈ ചാർച്ചകരൊന്നും പറയുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം എത്ര ജുഗുപ്സാവഹമായ നുണയാണ് തട്ടിവിടുന്നത്. ഏത് ഭൂമിയാണ് സാർ തട്ടിയെടുത്തത്? ഇന്ത്യയിലെ വഖഫ് ഭൂമികൾ യഥാർത്ഥത്തിൽ അത് അന്യാധീനപ്പെട്ടത് എങ്ങനെയാണ്? ഇപ്പോ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വ്യവസായിയുടെ ബഹുനില മന്ദിരം മുംബൈയിൽ നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന് കണ്ടെത്തിയത് സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയാണ്, റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിലുള്ളത്. അത്തരത്തിൽ തട്ടിയെടുക്കപ്പെട്ട ഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ രാജ്യത്തുള്ള സംഗതിയാണ്. മറ്റൊരു കാര്യം, ഭരണഘടന അനുസരിച്ച് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിഷേധവുമാണ്. ഇപ്പൊ വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമം ഭേദഗതി ചെയ്ത് ആ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ പിടിച്ചെടുത്ത് ആർക്ക് നൽകുന്നു? ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയാണ്. ഉത്തരേന്ത്യയിൽ ആ അധികാരം ജില്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നതിലൂടെ എന്താണ് സാർ നടപ്പിലാക്കാൻ പോകുന്ന നീതി? അവിടെ നീതി ലഭ്യമാകുമോ ഇന്നത്തെ സാഹചര്യത്തിൽ? അവിടെ നിങ്ങൾ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വഖഫ് ബോർഡുകൾക്കുള്ള അധികാരം കൈയാളിയാൽ എങ്ങനെയാണ് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം നടക്കുക? അപ്പൊ തികച്ചും നമ്മുടെ ഗവൺമെന്റും ഇപ്പോൾ ഭരിക്കുന്ന ആളുകളും ഭരണഘടന നൽകുന്ന സംരക്ഷണം തട്ടി തകർക്കുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്തെല്ലാം പുളുവടിയാണ് നടത്തുന്നത്. ഇവിടെ വഖഫ് ഭൂമി എന്ന് പറയുന്നത് എന്താ? ഇവിടെ നമുക്കറിയാം, ഇപ്പൊ പള്ളി, മദ്രസ ഇതുപോലുള്ള ആരാധനാലയങ്ങൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്താൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റിലേക്ക് വരുമാനമുണ്ട്, അതായത് വഖഫ് ബോർഡിലേക്ക് വരുമാനമുണ്ട്. അപ്പൊ ആദ്യഘട്ടത്തിലൊക്കെ രജിസ്ട്രേഷൻ താല്പര്യമില്ലാതിരുന്ന സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളെ നിർബന്ധിച്ച് രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷനിലൂടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച കെട്ടിടങ്ങളായാലും ഭൂമിയായാലും അതിന്റെ ആദായത്തിന്റെ 7% ഗവൺമെന്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തെയാണ് നിങ്ങൾ ഭീകര സംവിധാനം എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ ഭേദഗതി നിയമത്തിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് വഖഫ് ബോർഡ് ചെയർമാൻ നോമിനേറ്റഡ് ആകുന്നു, വഖഫ് ബോർഡിലേക്ക് വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊടുക്കുന്നു. നീതിയാണോ അത്? ഇതൊക്കെ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരുന്ന അംഗീകാരം തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് ഉപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കി സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ചെയ്തികളെ ജനാധിപത്യപരമായും നിയമപരമായിട്ടുമാണ് നേരിടേണ്ടത്. ഏതെങ്കിലും തരത്തിൽ വൈകാരികമായിട്ട് ഈ വിഷയങ്ങളെ സമീപിച്ച് സംഘർഷത്തിലേക്ക് പോകുന്നതിന് ഒരു യോജിപ്പും ഞങ്ങൾക്കില്ല. അതേസമയം ജനാധിപത്യപരമായിട്ട് ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുകയും വേണം. അവരെ മുഴുവൻ ആക്ഷേപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ എത്രമേൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് വസ്തുതയാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.